ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ വിനീത് ആകെ സങ്കടപ്പെട്ട് സ്നേഹതീരത്ത് മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. വിനീതിൻ്റെ പരിസരത്ത് ആരുമില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ രാധമ്മ അടുത്തേക്ക് ചെല്ലുക. എടാ വിനീതെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുക. രാധമ്മ, എന്നോട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നോ? ഞാൻ മറന്നുപോയി. ഓ അതല്ല, നിന്റെ ഫോണിന് എന്തു പറ്റി? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു എന്ന് ചോദിക്കുക. അത് സ്കൂൾ തുറക്കുമല്ലേ രാധമ്മേ, യൂണിഫോം തയ്ക്കാൻ കുറേ കിടപ്പുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെയൊക്കെ പിന്നാലെയായിരുന്നു. അതുമല്ല, എൻ്റെ കയ്യിലെ ഫോൺ കുറച്ച് പഴയ ഫോണല്ലേ, ഒരു പച്ച വര അതിൽ വീണു. അതുകൊണ്ട് ആര് വിളിച്ചാലും വിളിക്കുന്നത് ആരാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നേ, അതുകൊണ്ടാട്ടോ എടുക്കാത്ത എന്ന് ചോദിക്കുക. എൻ്റെ പൊന്നെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത് കാര്യം? ഗംഗയെ കൊണ്ട് ഒളിച്ചോടി പോകുന്ന കാര്യം. അവളെ ഒരുക്കി ഈ വീടിൻ്റെ പുറത്തെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും നിന്നോട് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്താ ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ നിൽക്കുന്നേ? അല്ലെങ്കിൽ അവളെ കൊണ്ട് ആരേലും പിടിച്ച് കെട്ടിക്കും ആ ശാരദ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ വിനീത് പറയും, രാധമ്മ എന്തൊക്കെയായി പറയുന്നത്? അവളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? എനിക്ക് ഈ ലോകമല്ലാതെ പുറം ലോകമായിട്ട് ഒരടുപ്പവും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. അത് ഈ ഓലങ്കേറമൂളിൽ നീ കിടക്കുന്നത് കൊണ്ട് തോന്നുന്നതാ. പുറത്തെ ലോകം വിശാലമാ വിനീതെ. അവിടെയൊക്കെ പോയി ജീവിച്ചു തുടങ്ങിയാലേ ഇതൊന്നും ഒരു ജീവിതവേ അല്ലെന്ന് നിനക്ക് ബോധ്യപ്പെടുള്ളൂ. നിനക്കാരും പരിചയമില്ലെങ്കിൽ കുഴപ്പമില്ല. നീ ഗംഗയും കൈ പിടിച്ചുകൊണ്ട് നേരെ കണ്ണൂർക്ക് ചെന്നോ. അവിടെ മാധവേട്ടൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരും ബന്ധുക്കളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ നിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. നിനക്കറിയാവോ, അവിടെ ആരും എന്നെ രാധമേന്നല്ല വിളിക്കുക, മാധവന്റെ രാധ അങ്ങനെയാ പറയുക. നിന്റെ മുത്തശ്ശനോട് അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. അവിടുന്ന് ഈ ഓലങ്കേറ മൂലയിലേക്ക് വന്നു പെട്ടതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനായി പോയത് എന്ന് രാധമ്മ പറയാ. നീ അവിടെ ചെന്ന് ജീവിക്കണോടാ. നിനക്ക് അവിടെ ചെന്നാണേലും ഒരു തയ്യൽ മെഷീനല്ലേ ആവശ്യം വരത്തുള്ളൂ. ഞാൻ വിളിച്ച് ഏർപ്പാടെല്ലാം ചെയ്തോളാം. നിനക്ക് ജീവിക്കാൻ വേണ്ട വീടും സൗകര്യവും ഒക്കെ അവർ ഒരുക്കി തന്നോളും. ചെറിയൊരു ജോലിയും കണ്ടെത്തി തരും. ഒരു മിഷൻ മേടിച്ചാൽ എവിടെയാണെങ്കിലും നീ പഠിച്ച തൊഴിലിന് ജോലി സാധ്യത ഉള്ളതാ. തയ്ക്കാൻ ആൾക്കാരെ കിട്ടുകയും ചെയ്യും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിനക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാം എന്ന് പറയണേ. ഇത് കേൾക്കുമ്പം ഒന്നും മിണ്ടാതെ വിനീത് നിൽക്കുകയാണ്. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ദേ, ഇനിയിപ്പം എൻ്റെ കയ്യിലാണെങ്കിലേ മാധവേട്ടൻ എനിക്ക് മേടിച്ചു തന്ന താലിമാലയും മോതിരം ഒക്കെ കയ്യിലുണ്ട്. ഈ വീട് പണയത്തിലായപ്പോൾ പോലും ഞാൻ തൊടാതെ വെച്ചിരുന്നതാ. അതും ഞാൻ എങ്ങനെ ഏൽപ്പിച്ചോളാം. നിങ്ങൾ പോയി മനസ്സമാധാനത്തോടെ ജീവിക്കും മക്കളെ. അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്നതിനൊത്ത് തുള്ളിക്കൊണ്ട് നിന്നാൽ അവരാരുമല്ല ജീവിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോവുക എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും വിനീത് പറയും, ഞാൻ എങ്ങോട്ടാ രാധമ്മയെ ഓടിപ്പോ പോവുക? എൻ്റെ ലോകം ഇതല്ലേ. ഞാൻ ഇവിടെ കയറണ്ടെന്ന് അമ്മായി പറഞ്ഞിട്ട് പോലും നാണം കെട്ട് വലിഞ്ഞു കയറി വരുന്നത് എന്താണെന്നറിയാമോ? ിന് മുന്നേ അരവിന്ദൻ അമ്മാവൻ എന്നെ കാണാൻ വന്നിരുന്നു. ഈ കുടുംബത്തെ കാത്തുകൊള്ളണം, അമ്മാവൻ നോക്കിയതുപോലെ ഈ കുടുംബത്തെ നോക്കണം എന്നൊരു വാക്ക് എന്നോട് മേടിച്ചിരുന്നു. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളല്ലേ രാധമ്മേ. ആ മനുഷ്യൻ പറഞ്ഞ ആ വാക്കിനെ ഞാൻ എങ്ങനെയാ തള്ളിക്കളയുക? അതുകൊണ്ടാണ് നാണം കെട്ട് വീണ്ടും വീണ്ടും ഈ വീട്ടിലോട്ട് ഞാൻ കയറി വരുന്നത്. അല്ലാതെ വിനീത് അത്രയ്ക്ക് നാണം കെട്ടവനായിട്ടല്ല എന്ന് രാധമ്മയോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ രാധമ്മയെ നിൽക്കുക. എൻ്റെ ലോകം ചെറുതാ രാധമ്മേ. നാഴികയ്ക്ക് 40 വട്ടം എന്നോട് വഴക്കുണ്ടാക്കുന്ന സുജാതാമ്മയും പിന്നെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണങ്ങി ജീവിക്കുന്ന എൻ്റെ രാധമ്മയും ചെയ്യുന്നതെല്ലാം അബദ്ധമായി മാറുന്ന ശാരദാമ്മയും അതുപോലെ തന്നെ കുസൃതി കൊണ്ട് ഓരോരോ അപകടത്തിൽ പോയി ചാടുന്ന കാവേരിയും എന്തെങ്കിലും സങ്കടം വന്നു കഴിയുമ്പം അച്ഛൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ട് എന്നെ വിളിക്കുന്ന നീളക്കുട്ടിയും കോളേജിലായിട്ടും അതിൻ്റെ പക്വതയോ പാകതയോ ഒന്നും ആകാത്ത യമുനയും ഒക്കെ ഉൾപ്പെട്ട ചെറിയ ലോകം എൻ്റേത്. അവിടെ ഗംഗ മാത്രമല്ല ഉള്ളത്, നിങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ ഈ ലോകത്തെ ഏത് കോണിലേക്കും ഗംഗയുടെ കൈപിടിച്ചുകൊണ്ട് പോകുമ്പം എൻ്റെ ഒപ്പം ഈ ലോകവും ഉണ്ടാകണമെന്ന് ഉറപ്പ് തരണം രാധമ്മ എന്ന് പറയണം കേട്ടോ. അപ്പം രാധമ്മയ്ക്ക് മിണ്ടാതെ നിൽക്കുകയാണ്. മോനെ, നീ എന്താടാ ഈ പറയുന്നത്? തൽക്കാലം നീയും ഗംഗയും പോയി ജീവിച്ചു തുടങ്ങുക. നിനക്ക് 1-2 കുട്ടികളൊക്കെ ആയി കഴിയുമ്പം നിൻ്റെ അമ്മ തന്നെ 2 കൈ നീട്ടി നിങ്ങളെ സ്വീകരിക്കും. അവൾ എൻ്റെ മോളല്ലേ, അവൾ എവിടെ വരെ പോകുന്നൊക്കെ ഈ രാധമ്മയ്ക്ക് അറിയാം എന്ന് പറയാം. വേണ്ട രാധമ്മേ, എല്ലാവരെയും ദുഃഖിപ്പിച്ചിട്ട് എനിക്കൊരു സന്തോഷം വേണ്ട. നീ എന്തിനാടാ ഇത്രയും നല്ലവനായി പോയത് എൻ്റെ മോനെ? ഇത്രയും നല്ലൊരു മനസ്സൊന്നും ആർക്കും കിട്ടരുത്. നീ ഇത്ര പാവമായി പോയതുകൊണ്ടല്ലേ നിന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം നിന്നെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത്. നിന്റെ ഈ തകർന്ന അവസ്ഥ കാണാൻ മുത്തശ്ശിക്ക് പറ്റുന്നില്ലടാ എന്നും പറഞ്ഞ് രാധമ്മ സങ്കടപ്പെടുകയാണ് കേട്ടോ.
പെട്ടെന്ന് രാധമ്മയാണെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. രാധമ്മ പോയി കഴിയുമ്പോഴേ നമ്മുടെ നീളക്കുട്ടി വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കും, വിനീതേട്ടൻ ഗംഗേച്ചിയും കൊണ്ട് ഈ നാട് വിട്ട് പോകാൻ പോവാണോ എന്ന് ചോദിക്കുക. ഏയ് അങ്ങനൊന്നും ഇല്ല മോളെ, മോളോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വേണ്ട, വിനീതേട്ടൻ കള്ളം പറയാ. വിനീതേട്ടനും ഗംഗേച്ചിയും കണ്ണൂർക്ക് പോവാന്ന് എന്നോട് അച്ഛമ്മ പറഞ്ഞല്ലോ. ഞാനും അച്ഛമ്മയും രാത്രി ഒരുമിച്ച് കിടക്കുമ്പോൾ ഇക്കാര്യം എന്നോട് എപ്പോഴും പറയും. വീട്ടിൽ ആരോടും പറയരുതെന്ന് എന്നോട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അച്ഛമ്മ എന്ന് പറയാം. ഗംഗേച്ചിയെ കൊണ്ട് വിനീതേട്ടൻ ഈ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വിനീതേട്ടനെ വിളിക്കുക? അച്ഛൻ്റെ ഓർമ്മ വരുമ്പം എനിക്ക് ഈ ലോകത്താകെ സംസാരിക്കാനുള്ളത് വിനീതേട്ടനല്ലേ. വിനീതേട്ടനും കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. പക്ഷേ എന്നാലും സാരമില്ല, ഗംഗേച്ചി ഒരു പാവമാണ്. ഞങ്ങളുടെ ഗംഗേച്ചിക്ക് ഇപ്പോൾ അമ്മ കൊണ്ടുവന്നിരിക്കുന്ന ഈ ആലോചന ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. കാവേരി ചേച്ചിക്കും യമുന ചേച്ചിക്കും എനിക്കും ഒട്ടും ഇഷ്ടമല്ല. വിനീതേട്ടൻ എൻ്റെ ഗംഗേച്ചിയെ കല്യാണം കഴിച്ചാൽ മതി. ഗംഗേച്ചി എവിടെയാണേലും സന്തോഷമായിട്ട് ജീവിക്കണം. ഗംഗേച്ചിയെ കണ്ണ് നനയാതെ നോക്കാൻ വിനീതേട്ടന് പറ്റുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് നീളക്കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. അതുകൂടെ കേൾക്കുമ്പം വിനീതിന് ഒരുപാട് സങ്കടം വരികയാണ്. തന്നെ എത്രമാത്രം ആ കൊച്ചു കുരുന്നു പോലെ സ്നേഹിക്കുന്നു എന്ന് തോന്നുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ജയപാലൻ പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ നിവിൻ നിൽക്കുന്ന കാണുന്നത്. അത് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നിവിൻ്റെ അടുത്തേക്ക് ചെല്ല, നീ എന്തിനാടെ ഇങ്ങോട്ട് വന്നത്? നിനക്കെന്താ ഇവിടെ കാര്യം? ഈ വീട്ടിൽ ആവശ്യമില്ലാതെ കയറി പോകരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? അല്ല, അമ്മാവൻ എന്താ ഇവിടെ കാര്യം? അതേ കാര്യത്തിനാണ് ഞാനും വന്നത്. ഞാൻ കല്യാണം നടത്താൻ വന്നതല്ലേ? ഞാനും അതെ കല്യാണം കൂടാനായിട്ട് വന്നതാ. എന്തേ എന്ന് ചോദിക്കുക. എടാ, ഈ വീട്ടിലെ പെണ്ണുങ്ങളൊന്നുമേ അത്ര തീരെ ശരിയല്ലടാ. ആവശ്യമില്ലാതെ നീ ഇങ്ങോട്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ പേരിലൂടെ ചീത്തപ്പേരാകും. ഓ, അതെന്താ ഇത്ര ശരിയല്ലാത്ത? അത് പിന്നെ നമ്മളെപ്പോലെയുള്ളവരുമായിട്ടൊന്നും ഇടപഴകാൻ പറ്റിയവരല്ലെന്ന്. എല്ലാം പോക്ക് കേസാ. എന്നിട്ട് പിന്നെ എന്തിനാ അമ്മാവൻ ഇങ്ങോട്ട് ഇത്ര ബുദ്ധിമുട്ട് കയറി വന്നേ? ഒന്നുമല്ലേലും ഞാൻ ഇവരെ അങ്ങനെ കൈയൊഴിയാൻ പാടുണ്ടോ? എൻ്റെ അരവിന്ദൻ്റെ കുടുംബമല്ലേ, അവൻ എൻ്റെ അത്ര വലിയ കൂട്ടുകാരനായിരുന്നില്ലേ? അതുകൊണ്ടാണ് തള്ളയും മക്കളും ഒക്കെ പോക്ക കേസായിട്ടും ഞാനിവിടെ കയറി ഇറങ്ങുന്നത്. പക്ഷെ നീ ഇങ്ങോട്ട് ആവശ്യമില്ലാതെ വരണ്ട. എൻ്റെ മക്കളെയും മരുമക്കൊന്നും വരാൻ പറ്റിയ വീടൊന്നും അല്ല ഇത്. നീ മര്യാദയ്ക്ക് ഇപ്പം തന്നെ പൊക്കോ എന്ന് പറയാം. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ആരാ പോക്ക് കേസ്, ആരാ വഴി ശരിയല്ലാത്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ അമ്മാവൻ ഇങ്ങോട്ട് പഠിപ്പിക്കാനായിട്ട് വരണ്ട കേട്ടോ. ഇതേ നിവിന, വിശാലല്ല എന്ന് പറഞ്ഞിട്ട് നിവിൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ശേ, ഇവനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണം എന്ന് അപ്പോൾ ജയപാലൻ അവിടെ നിന്ന് പറയണേ. പെട്ടെന്നാണ് വിനീത് അകത്തേക്ക് കയറി വരുന്നത്. വിനീത് വരുമ്പം നമ്മുടെ കാവേരി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഇതെന്ത് കോലമാ കാവേരി? ഒരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? പിന്നല്ലാതെ ഇവിടെ ആർക്കാ സന്തോഷം? അമ്മയ്ക്ക് മാത്രമുണ്ട് സന്തോഷം. അല്ലാതെ എനിക്കോ യമുനയ്ക്കോ നിളയ്ക്കോ ആർക്കും ഈ കല്യാണം ഇഷ്ടമല്ല. അപ്പം വിനീത് ചോദിക്കും, ഗംഗയ്ക്കോ? ഗംഗേച്ചി ഒരു പാവം. അമ്മ ഇപ്പം തുള്ളാൻ പറഞ്ഞാൽ അത് അവിടെ കിടന്ന് തുള്ളും. അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും ഗംഗേച്ചി ചെയ്യത്തില്ല. സ്വന്തം ജീവിതം ഇപ്പോൾ ഹോമിച്ചുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ നിൽക്കുക ആ പാവം. അമ്മയോ? ജയപാലൻ അയാൾ പറഞ്ഞതാണല്ലോ അമ്മയ്ക്ക് വേദവാക്യം. ഇപ്പം അയാൾ വന്ന് പറയാ, ഇപ്പം നേരം വെളുത്തിട്ടില്ല ശാരദേ, ഇത് രാത്രിയാണ്. അമ്മ അത് കേട്ടപടി വിളക്ക് കത്തിച്ചു വെക്കും. അത്രയ്ക്ക് വിശ്വാസമാണ് ആ ദുഷ്ടനെ അമ്മയ്ക്ക്. അയാളാണെങ്കിൽ ഈ കുടുംബം തകർക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നതാണ് അമ്മയുടെ ചെവിയിൽ എന്തുമാത്രം ഓതി കൊടുത്തിട്ടും ഒന്നും മനസ്സിലാകുന്നുമില്ല എന്ന് കാവേരി പറയണം. അപ്പം പെട്ടെന്ന് നിവിൻ അങ്ങോട്ട് വരിക. എന്നിട്ട് വിനീതനോട് പറയും, സോറിടാ, ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. നിന്റെ മാനസികാവസ്ഥ അറിയാതെ അതും ഇതുമൊക്കെ നിന്നോട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കടാ. പെട്ടെന്ന് എല്ലാവരുടെ മുന്നിൽ നീ ഓരോ തവണയും നാണം കെടുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബ്രോ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഏയ് സാരമില്ലടാ, ഓരോന്നിനും ഓരോരോ കാരണങ്ങളുണ്ട്. ഞാനിവിടെ കയറി ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ അമ്മാവൻ ആ മനുഷ്യന് ഞാൻ കൊടുത്ത വാക്ക് അതെനിക്ക് കളയാൻ പറ്റില്ലല്ലോടാ എന്ന് ചോദിക്കാനേട്ടോ. അപ്പം പെട്ടെന്ന് നിവിനാണ് കാവേരി കാണും. ആഹാ, കാവേരിമേടെ ഇവിടെ ഉണ്ടായിട്ടാണോ നിൻ്റെ കുടുംബത്തിൽ ഇത്രയും വലിയ കാര്യം നടക്കാൻ പോയിട്ട് എന്നോടൊരു വാക്കു പറഞ്ഞോ? പിന്നെ എനിക്ക് പോലും ഇവിടെ സ്ഥാനമില്ല. ഞാനേ ഇവിടെ വലിഞ്ഞു കയറി വന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ എൻ്റെ കെയർ ഓഫിൽ ഒരാളെ വിളിക്കാൻ പറ്റുമോ മോനെ എന്ന് നിവിനോട് കാവേരി ചോദിക്കും കേട്ടോ. ഓ, തനിക്കും അപ്പം ഈ കല്യാണത്തിനോട് താല്പര്യമില്ലല്ലേ? അല്ലെങ്കിലും ഞാൻ വിളിക്കാതെ തന്നെ തനിക്ക് വരാലോ. തൻ്റെ അമ്മാവനാണല്ലോ ഇതെല്ലാം എടുത്ത് തലയെ വെച്ച് നടത്തിക്കുന്നതെന്നുള്ള ഭാവമാണല്ലോ. അതുകൊണ്ടേ തനിക്ക് വരാം. എനിക്കിവിടെ സ്ഥാനമില്ലെങ്കിലും നിവിന് സ്ഥാനം കിട്ടും എന്ന് പറയണം. അപ്പം ആർക്കും ഈ കല്യാണം താല്പര്യമില്ല. അപ്പം എൻ്റെ അമ്മാവന് മാത്രമാണ് ഇത് നടത്തേണ്ട ആവശ്യമല്ലേ? അയാളെ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും അമ്മ അയാളെ കണ്ണുമടിച്ച് വിശ്വസിക്കുന്നതാ ഇതിനൊക്കെ കാരണം എന്ന് കാവേരി പറയണം കേട്ടോ. ഇതേ സമയം അകത്ത് കുറച്ച് അയൽവക്കംകാരെയൊക്കെ നിശ്ചയത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും നിശ്ചയത്തട്ട് കൈമാറാനുള്ള തയ്യാറെടുപ്പില്ല. പൂജാരി വന്ന് പൂജകളൊക്കെ ചെയ്ത് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ജാതകമൊക്കെ വായിച്ച് നോക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ലൂസിയമ്മ പറയും കേട്ടോ, അവിടുത്തെ നിന്ന് ആലീസ് എന്ന് പറയുന്ന ഒരു അയൽവക്കംകാരിയോട്, എടി
ആലീസെ ഇതിലേതാ ചേർക്കാൻ? എല്ലാം ഓരോ മൊട്ടയാണല്ലോ. ചേർത്തലക്കാർക്ക് എന്തു ബിസിനസ്സാണെന്നാ പറഞ്ഞത്? നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ശാരദ എന്ന് അപ്പോൾ ആലീസ് എന്ന് പറഞ്ഞ വ്യക്തി പറയും, എൻ്റെ പൊന്നു ലൂസി ചേച്ചി, എന്തോ ബോട്ട് ചട്ടിയാണെന്നോ അങ്ങനെ എന്തോ വലിയ കാശുകാരാണെന്നാ പറഞ്ഞേ, അതുകൊണ്ടല്ലേ ശാരദ മൂക്കും കുത്തി വീണത് എന്ന് ആലീസ് പറയാണ് കേട്ടോ. ഇതിൽ ചെറുക്കനാകാൻ പാകത്തിനുള്ള ഒറ്റ ഒരുത്തനെ പോലും കാണുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പൂജാരി അവിടെ നിന്ന് പറയും, ചെറുക്കനും പെണ്ണും അടുത്ത് ഇരുന്നോളൂ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ നമ്മുടെ മൊട്ടത്തലയും ചെറുക്കൻ അവിടെ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇത് ചെറുക്കൻ്റെ അച്ഛനല്ലേ അപ്പം എന്ന് ലൂസി ചേച്ചി പറയാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം നിവിനും ചോദിക്കുക, എടാ വിനീതേ, നീ ചെറുക്കനെ കണ്ടിരുന്നില്ലേ? ഇതാണോ ഗംഗയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ? സോറി, ചെറുക്കനല്ല, കിളവൻ എന്ന് നിവിൻ ചോദിക്കൂട്ടോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിവിനെ, ഞാൻ കണ്ടില്ലായിരുന്നു. ആ വണ്ടിയെ കയറിപ്പോഴും ഇയാളാ വണ്ടി ഓടിച്ചത്. ഞാൻ കരുതിയത് അവരുടെ ബന്ധു ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ചെറുക്കൻ്റെ അച്ഛനായിരിക്കും എന്ന്. ഇത് പക്ഷേ ഇത്രയും വലിയ പ്രായമുള്ള ഒരാളെ കൊണ്ടാണോ ശാരദമ്മായി ഗംഗയെ കല്യാണം കഴിപ്പിക്കുന്നത് എന്ന് വിനീതും അപ്പം ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിനീതും നിവിനും പരസ്പരം നോക്കുകയാണ്. അപ്പം ലൂസി എന്ന് പറയുന്ന ആ പുള്ളിക്കാരി ആലീസിനോട് പറയും, എങ്കിലും ഈ കിളവനെയോ ആ തങ്കം പോലത്തെ പെങ്കൊച്ചിനെ കൊണ്ട് കെട്ടിക്കാൻ ശാരദയ്ക്ക് എങ്ങനെ തോന്നി? ശാരദയുടെ മനസ്സെന്താ കല്ലാണോ, അതെയോ അവളുടെ കാഴ്ചയ്ക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ട് ശാരദ അവിടെ നിൽപ്പണ്ടേ. എന്താ ലൂസി ചേച്ചിക്ക് അറിയേണ്ടത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞാനിവിടെ ഉണ്ട്, കൂടുതൽ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയാം. ഓ ആയിക്കോട്ടെ എന്ന് ലൂസി അപ്പം അവിടെ നിന്ന് പറയാം. അപ്പോൾ ആലീസ് എന്ന് പറയുന്ന ചേച്ചി ചോദിക്കും, എൻ്റെ ലൂസി ചേച്ചി, നമ്മളിവിടെ വന്നത് എന്തിനാ? കല്യാണ നിശ്ചയം കൂടാൻ. അത് കൂടുക, കഴിയുക, പോവുക, അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിപ്പം ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്കെന്താ എന്ന് ചോദിക്കാം. അപ്പോൾ ലൂസി എന്ന് പറഞ്ഞ ചേച്ചി പറയും, അത് നീ പറഞ്ഞത് നേരാ, നമ്മൾ വന്നത് നിശ്ചയം കൂടാനാ. നിശ്ചയം കൂടുക, ഉള്ളത് തന്നത് കഴിച്ചിട്ട് പോവുക, അതാ നമ്മുടെ ഉത്തരവാദിത്തം. എന്തേലും ആട്ടെ, ആ ഗംഗക്കൊച്ചിൻ്റെ വിധി, അല്ലാതിപ്പോൾ എന്ത് പറയാനാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗംഗ റൂമിലിരിക്കുകയാണ്. ഗംഗയ്ക്ക് ചുറ്റുമായിട്ട് എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറയുമ്പം നമ്മുടെ യമുനയും അതുപോലെ കാവേരി നിളയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാവേരി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുക, ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ, ഞാൻ എത്ര തവണ പറഞ്ഞു ചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ എങ്ങനെങ്കിലും ഞാൻ ഈ നിശ്ചയം മുടക്കി തരാം എന്ന് പറയാണ്. വേണ്ടടി എന്ന് പറഞ്ഞ് കാവേരിയെ കെട്ടിപ്പിടിച്ച് കരയുക. അപ്പം നിസ്സഹായമായിട്ട് നിൽക്കണം കേട്ടോ യമുനയും നിളയൊക്കെ. ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഇങ്ങനെ ആർക്കോ വേണ്ടി എന്തിനാ ചേച്ചിയുടെ ജീവിതം ഹോമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശാരദ അങ്ങോട്ട് വരിക. ഗംഗെ, നിന്നെ എത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിക്കുന്നു, നിശ്ചയത്തട്ട് കൈമാറാനുള്ള സമയമായി, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ കാവേരി ഗംഗയുടെ കൈ പിടിച്ചിട്ട് വേണ്ട ചേച്ചി എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്. കാവേരി തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് വിടിപ്പിച്ച് ഗംഗ അമ്മയോടൊപ്പം പോവുകയാണ് കേട്ടോ. അവർക്ക് പിന്നാലെ യമുനയും കാവേരി നിളയും കൂടി ചെല്ലുകയാണേ. എന്നിട്ട് ആ ചെറുക്കൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഗംഗ ഇരിക്കുക. ഇതൊക്കെ കാണുന്ന വിനീതിന് ഹൃദയം തകർന്നു പോകുന്നുണ്ട്. ഗംഗയ്ക്ക് തനിക്ക് ഗംഗയെ കിട്ടിയില്ലെങ്കിലും അവൾക്ക് ഏറ്റവും അനുയോജ്യനായ അത്രയ്ക്ക് നല്ലൊരു വരനായിരിക്കും വരേണ്ടിയിരുന്നത് എന്ന് ഗംഗ നമ്മുടെ വിനീത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതോ തന്നെക്കാളും ഒരുപാട് പ്രായമുള്ള, ഒന്നുകൊണ്ട് ഗംഗയ്ക്ക് ചേരില്ലാത്ത ഒരു മധ്യവയസ്കനായ ഒരുത്തനാണല്ലോ അമ്മായി കണ്ടുപിടിച്ച് വെച്ചതെന്ന് ഓർത്ത് നമ്മുടെ വിനീതിനും ഒരുപാട് സങ്കടം വരിക. വിനീതിൻ്റെ അവസ്ഥ കാണുമ്പോൾ വിനീതിൻ്റെ കൈ പിടിക്കുക. നീ ഒന്നും പറയരുത്, ഇവിടെ നിനക്ക് ഒരു പറയാനുള്ള യാതൊരു അർഹതയില്ല എന്നുള്ള രീതി പിടിക്കുകയാണ് കേട്ടോ. അപ്പം പൂജാരി പറയും, നിശ്ചയത്തട്ട് മാറിക്കോളൂ എന്ന് പറയണേ. പെട്ടെന്ന് ശാരദയോട് ജയപാലൻ പറയും, ശാരദ ഇവിടേക്ക് കയറി നിൽക്ക്, ചെറുക്കൻ്റെ അമ്മയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുക, നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നിശ്ചയത്തട്ട് മാറാൻ. പിന്നെ ലഗ്നവും വിധിയും ഒക്കെ എഴുതിയിട്ടുള്ള ഈ പേപ്പർ ഞാൻ കൈ വെച്ചോളാം എന്ന് ജയപാലൻ പറയണം കേട്ടോ. എന്നിട്ട് അവർ പരസ്പരം നിശ്ചയത്തട്ട് മാറാനായിട്ട് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞി പയ്യൻ അങ്ങോട്ട് ഓടി വരുന്നത്. ആ നിശ്ചയത്തട്ടൊക്കെ അവൻ തട്ടി മറിച്ചുകൊണ്ട് കല്യാണ ചെറുക്കൻ്റെ മടി കയറി ഇരിക്കുകയാണ്. ഇത് കാണുമ്പം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണേ, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള രീതിയിൽ. ശാരദയാണെങ്കിൽ തനിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും കഴിയാതെയാണ് അന്തം വിട്ട് നിൽക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. നിവിനും വിനീതിനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ജയപാലൻ നമ്മുടെ ഗംഗയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആലോചന ഒരു രണ്ടാം കെട്ടുകാരനെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് കേട്ടോ. എല്ലാം കൊണ്ടും ആകെ തകർന്ന് എല്ലാവരും നിൽക്കുകയാണ്. ജയപാലനാണെങ്കിലും ഇങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അയാളും ഒരു നിമിഷം മൗനിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ജയപാലൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇതോടുകൂടി നമ്മുടെ ശാരദയുടെ മുന്നിൽ വെളിവാകുകയാണ്. അടിപൊളി എപ്പിസോഡാണ് ഈ ആഴ്ച വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ്